ലോകരാജ്യങ്ങൾ ഇന്ധനത്തിന് വേണ്ടി പരസ്പരം പോരടിക്കുന്നു. ക്രൂഡ് ഓയിലിനും യുറേനിയത്തിനും വേണ്ടി യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വൻ ശക്തികളായ അമേരിക്കയും ചൈനയും പോലും ഭാവിയിലെ ഊർജ്ജ പ്രതിസന്ധിയെ ഓർത്ത് ഭയപ്പെടുകയാണ്. എന്നാൽ ഈ സമയത്ത് ഭാരതത്തിന്റെ കടൽ തീരത്തെ വെറും കറുത്ത മണലിൽ നിന്നും അടുത്ത 400 വർഷത്തേക്ക് ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ഒരു രഹസ്യവിദ്യ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. അതായത് ലോകത്തെ വിറപ്പിക്കുന്ന ആ വാർത്ത ചൈനയിലെ കൽപ്പാക്കത്ത് നിന്നും പുറത്തു വന്നിരിക്കുന്നു. ഏപ്രിൽ 6, 2026 ഇന്ത്യൻ ശാസ്ത്രലോകം മാത്രമല്ല, ലോകം മുഴുവൻ അന്ന് സ്തബ്ധരായി. റഷ്യയ്ക്ക് ശേഷം ഈ വിദ്യ കൈവശമാക്കുന്ന ലോകത്തെ 2ാമത്തെ രാജ്യമായി നമ്മുടെ രാജ്യം മാറി. അമേരിക്കയ്ക്കും ചൈനയ്ക്കും കോടിക്കണക്കിന് ഡോളർ ചിലവാക്കിയിട്ടും കഴിയാത്തത് ഇന്ത്യ എങ്ങനെയാണ് സാധിച്ചെടുത്തത്? എന്താണ് കൽപ്പാക്കത്തെ ആ മാന്ത്രിക റിയാക്ടർ? എങ്ങനെയാണ് ഇന്ത്യ ലോകത്തെ 2ാമത്തെ ന്യൂക്ലിയർ സൂപ്പർ പവറായി മാറിയത്? വെറുമൊരു സാങ്കേതിക വിദ്യയല്ല ഇത്. വരാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ ലോകത്തിൻ്റെ നിയന്ത്രണം തന്നെ ഇന്ത്യയുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു എനർജി പൊളിറ്റിക്സിൻ്റെ മാസ്റ്റർ സ്ട്രോക്കാണ്. ഭാരതത്തിൻ്റെ ഈ അവിശ്വസനീയമായ കുതിപ്പിനെ കുറിച്ചറിയാൻ ഈ വീഡിയോ മുഴുവനും കാണുക. നമുക്ക് നേരെ ചെന്നൈയിലെ കൽപ്പാക്കത്തുള്ള ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ ആറ്റോമിക് റിസർച്ചിലേക്ക് പോകാം. 2026 ഏപ്രിൽ 6 അവിടെ നടന്നത് ഒരു ചരിത്രപരമായ സംഭവമാണ്. അവിടുത്തെ 500 പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ, അതായത് PFBR, അതിൻ്റെ ആദ്യത്തെ ക്രിട്ടിക്കാലിറ്റി കൈവരിച്ചു. എന്താണ് ഈ ക്രിട്ടിക്കാലിറ്റി? ഒരു ആണവ റിയാക്ടറിനുള്ളിൽ ചെയിൻ റിയാക്ഷൻ സ്വയം നിയന്ത്രിതമായി നടക്കുകയും സ്ഥിരമായ ഊർജ്ജം പുറത്തുവിടുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണിത്. ഇത് കേവലം ഒരു പ്ലാന്റ് ഓപ്പൺ ചെയ്തല്ല, മറിച്ച് ലോകത്തിലെ ഏറ്റവും സങ്കീർണമായ ന്യൂക്ലിയർ സാങ്കേതിക വിദ്യ ഇന്ത്യ മാസ്റ്റർ ചെയ്തു എന്നതിൻ്റെ തെളിവാണ്. IGCAR ഡയറക്ടർ ശ്രീകുമാർ പിള്ള ഈ നേട്ടം ലോകത്തെ അറിയിക്കുമ്പോൾ അതൊരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു. ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഊർജ്ജമാണ്, അല്ലേ? വൈദ്യുതി ഇല്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. വൈദ്യുതി ഉണ്ടാക്കാൻ നമ്മൾ പ്രധാനമായിട്ടും 4 രീതികളാണ് ഉപയോഗിച്ച് വരുന്നത്. ഒന്നാമത് ഹൈഡ്രോ തെർമൽ, അണക്കെട്ടുകളിലെ വെള്ളം ഉപയോഗിച്ച് ടർബൈൻ കറക്കുന്നു, പക്ഷേ ആ മഴ കുറഞ്ഞാൽ ഇത് പ്രതിസന്ധിയിലാകും. രണ്ടാമത് തെർമൽ പവറാണ്. കൽക്കരി കത്തിച്ചിട്ടുണ്ടാകുന്ന നീരാവി കൊണ്ട് വൈദ്യുതി ഉണ്ടാക്കുന്നു. ഇത് പരിസ്ഥിതിക്ക് വലിയ ദോഷമാണ്, അറിയാമല്ലോ. കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നത് വഴി ആഗോളതാപനമാണ് കൂടുന്നത്. പിന്നെ മൂന്നാമത് ഡീസൽ പവറാണ്, ചിലവേറിയതും മലിനീകരണം ഉണ്ടാക്കുന്നതുമാണ്. നാലാമത് ആറ്റോമിക് എനർജി, യുറേനിയം വിഘടിപ്പിച്ചിട്ടുണ്ടാകുന്ന ഊർജ്ജം. ഇത് ക്ലീൻ എനർജിയാണ്. പക്ഷേ ഇവിടെയാണ് വലിയൊരു കുടുക്കുള്ളത്. ആണവ നിലയങ്ങൾക്ക് വേണ്ട ഇന്ധനമാണ് യുറേനിയം എന്ന് പറയുന്നത്, അറിയാമല്ലോ. ഇത് ലോകത്ത് വളരെ കുറവാണ്. ഇന്ത്യ ഈ യുറേനിയത്തിന് വേണ്ടി വിദേശ രാജ്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ലോകത്ത് യുറേനിയം തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ത്യ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇതിനൊരു ശാശ്വത പരിഹാരമാണ്. യുറേനിയത്തിന് പകരം നമുക്ക് തോറിയം ഉപയോഗിക്കാം. ഇവിടെയാണ് കഥയിലെ ട്വിസ്റ്റ്. തോറിയം എന്ന കറുത്ത മണൽ ലോകത്തെ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. ലോകത്തെ മൊത്തം തോറിയം നിക്ഷേപത്തിന്റെ 25% നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്ര, ഒറീസ തീരങ്ങളിലെ മണൽത്തരികളിലുണ്ട്. പക്ഷേ തോറിയം നേരിട്ട് റിയാക്ടറിൽ ഇന്ധനമായി ഉപയോഗിക്കാൻ കഴിയില്ല. അതിനെ യുറേനിയമാക്കി മാറ്റണം. ഈ സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ കഴിഞ്ഞ 25 വർഷത്തെ കഠിന പരിശ്രമത്തിലൂടെ സ്വന്തമാക്കിയത്. തോറിയത്തിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡോക്ടർ ഹോമി ജെ ബാബ രൂപപ്പെടുത്തിയ 3 സ്റ്റേജ് ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ ഏറ്റവും നിർണായകമായ 2ാം ഘട്ടമാണ് ഇപ്പോൾ കൽപ്പാക്കത്ത് പൂർത്തിയായത്. ഇന്ത്യയുടെ ആണവ പദ്ധതി 3 ഘട്ടങ്ങളിലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് കേട്ടാൽ തീർച്ചയായും നിങ്ങൾ ഞെട്ടും. സ്റ്റേജ് 1 സാധാരണ യുറേനിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റിയാക്ടറുകൾ. ഇതിൽ നിന്നും പുറത്തു വരുന്നൊരു മാലിന്യമാണ് പ്ലൂട്ടോണിയം. പണ്ട് ഈ പ്ലൂട്ടോണിയം നശിപ്പിച്ച് കളയുകയായിരുന്നു പതിവ്. സ്റ്റേജ് 2 അത് ഗെയിം ചേഞ്ചർ എന്ന് തന്നെ വിളിക്കാം. ഇതാണ് ഇപ്പോൾ ചെന്നൈയിൽ തുടങ്ങിയ ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. ഈ റിയാക്ടറിൻ്റെ പ്രത്യേകത, ഇതിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് ആ മാലിന്യമായ പ്ലൂട്ടോണിയത്തെയാണ്. ഇത് പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്നത് സാധാരണ പ്ലൂട്ടോണിയല്ല, മറിച്ച് തോറിയത്തെ ഇന്ധനമായി യുറേനിയമാക്കി മാറ്റാനുള്ള കരുത്താണ്. ഈ റിയാക്ടർ എത്ര ഇന്ധനം ഉപയോഗിക്കുന്നുവോ അതിനേക്കാൾ കൂടുതൽ ഇന്ധനം നിർമ്മിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ബ്രീഡർ എന്ന് വിളിക്കുന്നത്. സ്റ്റേജ് 3 ഞാൻ പറഞ്ഞുതരാം. അതായത് 2ാം ഘട്ടത്തിൽ തോറിയത്തെ യുറേനിയം -233 ആക്കി മാറ്റുന്നു. ഈ യുറേനിയം ഉപയോഗിച്ച് ഇന്ത്യക്ക് അടുത്ത 400 വർഷത്തേക്ക് ആരെയും ആശ്രയിക്കാതെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ഈ ഒരു നേട്ടം കൈവരിക്കാൻ ലോകത്തെ വൻ ശക്തികൾ ശ്രമിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായി, ദശാബ്ദങ്ങളായി. അമേരിക്ക $15 മില്യൺ ഇതിനു വേണ്ടി ചെലവാക്കി പരാജയപ്പെട്ടു. ചൈന $8 മില്യൺ ഒഴുക്കി, ഒന്നും നടന്നില്ല. ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും കൈമലർത്തി. എന്തുകൊണ്ടാണ് അവർക്ക് കഴിയാത്തത്? കാരണം ലിക്വിഡ് സോഡിയം എന്ന അതീവ അപകടകാരിയായ വസ്തുവാണ് ഈ റിയാക്ടറുകളിൽ തണുപ്പിക്കാനായി ഉപയോഗിക്കുന്നത്.
ഇത് കൈകാര്യം ചെയ്യാൻ അതിസങ്കീർണമായിട്ടുള്ള സാങ്കേതിക വിദ്യ തന്നെ വേണം. യാതൊരു മുൻപരിചയവുമില്ലാത്ത വിദേശ സഹായമില്ലാതെ ഇന്ത്യ ഇത് വികസിപ്പിച്ചു എന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇന്ന് റഷ്യ കഴിഞ്ഞ ഈ വിദ്യയുള്ള ഏക രാജ്യം നമ്മുടെ രാജ്യമാണ്, നമ്മുടെ ഭാരതമാണ്. ഇന്ത്യ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും യുറേനിയം ഇറക്കുമതി ചെയ്യാൻ ബില്യൺ കണക്കിന് ഡോളറാണ് ചിലവാക്കുന്നത്. പുതിയ റിയാക്ടർ വരുന്നതോടെ ഈ ഭീമമായ തുക നമുക്ക് ലാഭിക്കാം, വിദേശ നാണ്യം മിച്ചം പിടിക്കാം. രാഷ്ട്രീയമായി നോക്കിയാൽ ഇന്ധനത്തിന് വേണ്ടി ഇന്ത്യ ഇനി ഒരു രാജ്യത്തിൻ്റെയും കാല് പിടിക്കേണ്ടിയും വരില്ല. അമേരിക്കയോ ചൈനയോ ഉപരോധം ഏർപ്പെടുത്തിയാലും നമ്മുടെ രാജ്യത്തെ ബൾബുകൾ അണയില്ല. നമ്മുടെ സ്വന്തം തീരത്തെ മണൽ മതി നമുക്ക് വെളിച്ചം തരാൻ. നിലവിൽ ഇന്ത്യക്ക് 25 ആണവ റിയാക്ടറുകളുണ്ട്. 17 എണ്ണം പണിപ്പുരയിലാണ്. 2032 ആകുമ്പോഴേക്കും 22,000 മെഗാവാട്ട് വൈദ്യുതി ആണവ നിലയങ്ങളിൽ നിന്ന് മാത്രം നിർമ്മിക്കാനാണ് ലക്ഷ്യം. ഇത് ഇന്ത്യയെ ഒരു വ്യാവസായിക വൻശക്തിയാക്കും. ഇലക്ട്രിക് വാഹനങ്ങളും ഫാക്ടറികളും എല്ലാം നമ്മുടെ സ്വന്തം തോറിയം ഊർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന കാലം വിദൂരമല്ല. 1974 പൊക്രാൻ പരീക്ഷണത്തിന് ശേഷം ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഒറ്റപ്പെടുത്താൻ ഇഷ്ടംപോലെ നോക്കിയതാണ്. നമുക്ക് സാങ്കേതിക വിദ്യകൾ നിഷേധിച്ചു. പക്ഷേ ഇന്ന് അവർക്കെല്ലാം അസൂയ തോന്നുന്ന തരത്തിൽ ഇന്ത്യ ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. കാൽപ്പാക്കത്തെ ആ റിയാക്ടർ വെറുമൊരു യന്ത്രമല്ല, അത് ഇന്ത്യൻ ശാസ്ത്രജ്ഞരുടെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകമാണ്. വരാനിരിക്കുന്ന നൂറ്റാണ്ട് ഇന്ത്യയുടേതാണ് എന്ന് പറയുന്നതിൽ ഇന്ന് നമുക്ക് അഭിമാനിക്കാം. നമ്മുടെ കടൽ തീരത്തെ ഓരോ മണൽത്തരിക്കും ഭാരതത്തിന്റെ ഭാവി മാറ്റി എഴുതാൻ കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ സ്വപ്നം പോലും കാണാത്ത തരത്തിലുള്ള ഒരു മാറ്റം, അല്ലേ? ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പുതിയ അറിവാണെങ്കിൽ ഭാരതത്തിന്റെ ഈ നേട്ടത്തെക്കുറിച്ച് മറ്റുള്ളവരും അറിയട്ടെ. അപ്പോൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനായി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തൂ. മറ്റൊരു വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി. ന്യൂസ് ഡെസ്ക് IBN മലയാളം.